ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ഞാൻ നീതൂസിൽ വന്നതുകൊണ്ട് മാത്രം കിട്ടിയ ഒരു സക്സസ് ആണ് ഇതെന്ന്. ഒത്തിരി സന്തോഷം, അതോടൊപ്പം ഒത്തിരി നന്ദി, എൻ്റെ ടീമിന് നന്ദി. ഞാൻ 6 ഇയേഴ്സ് മുമ്പ് ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തായിരുന്നു. അന്ന് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു OET എന്താണെന്നും. ഈ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴാണ് എന്താണെന്ന് മനസ്സിലായത്. എപ്പോഴും 3B ഒരു C+, അങ്ങനെ C ആ കിട്ടിയിട്ടുണ്ടായിരുന്നു. 290 അങ്ങനെ 290 ആ ഇതിലാ പോകുന്നത്. അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് 5ാമത് പ്രാവശ്യം ഞാൻ എല്ലാത്തിലും B ആണ് എന്റെ സ്കോർ. ഇപ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടില്ല, ഒരു മിറാക്കിൾ പോലെ തോന്നുകയാണ്. എക്സാം എഴുതിക്കുന്ന ഭയങ്കര സങ്കടത്തിലായിരുന്നു. താങ്ക് യു സോ മച്ച്. എങ്ങനെ നന്ദി പറയാനും അറിയത്തില്ല. ഡ്യൂട്ടിന്റെ ഇടയ്ക്ക് കഷ്ടപ്പെട്ട് 12 hours ഡ്യൂട്ടി കണ്ടിന്യൂസ് 6 days. ക്ലാസ്സിൽ ഇരിക്കുമ്പോഴൊക്കെ വിചാരിക്കും വൈസ് എങ്ങനെയെങ്കിലും എത്തിയായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുമായിരുന്നു. എനിക്ക് സ്പീക്കിങ്ങിന് 400 ഉണ്ട്. 2019 തുടങ്ങി എന്റെ ജേർണി ഇതോടെ അവസാനിച്ചു. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് എഴുതുന്നത്. അപ്പൊ എനിക്ക് OET എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വാശിക്ക് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞ അതിന്റെ സ്കോർ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ജോയിൻ ചെയ്യുകയാണെങ്കിൽ നീതൂസിൽ ജോയിൻ ചെയ്താൽ മതി എന്ന് എന്നോട് 2 പേര് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആക്ച്വലി അവരെ ഒരു ഫ്രണ്ട് തന്നിട്ടാണ് ഞാൻ നീതൂസിന്റെ നമ്പർ എടുത്തിട്ട് വിളിച്ചതും മെസ്സേജ് അയച്ചതും. അങ്ങനെ എനിക്ക് ക്ലാസ് ജോയിൻ ചെയ്യാൻ പറ്റിയതും. അതുപോലെ മെറിൻ പറഞ്ഞ പോലെ ആ വൈറ്റ് കാണുമ്പോൾ ഒത്തിരി കൊതിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് ഇരിക്കണമെന്ന്. പക്ഷെ തിങ്കളാഴ്ച ഞാൻ വരും ഇരിക്കാൻ. ഒരുപാട് പ്രതീക്ഷയായിട്ട് നീതൂസിലോട്ട് വന്ന്. നീതൂസ് എന്റെ ഫസ്റ്റ് ചോയ്സും എന്റെ ഒരേ ഒരു ചോയ്സും നീതൂസ് അക്കാഡമി ആയിരുന്നു മാം പറഞ്ഞു. ഞങ്ങൾ ജോയിൻ ആയപ്പോ ഫ്രഷേഴ്സ് നടത്തിയപ്പോ മാം പറഞ്ഞു നീതൂസി വന്നെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ചേച്ചിമാര് കുറെ പേര് പറയുമായിരുന്നു, അവർക്ക് പല അക്കാഡമി പോയി പഠിച്ചിട്ടുള്ളവരായിരുന്നു. അപ്പൊ അവര് പറയുമായിരുന്നു സ്നേഹ നീ റിയലി ലക്കിയാണ്, ബിക്കോസ് നീ ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്തത് നീതൂസ് ആണ്. വീണ്ടും നമ്മൾ ഒരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റുമായിട്ട് എത്തിയേക്കുവാണ്. ഒരുപാട് സന്തോഷം അല്ലെ, ഇത്രയും വിന്നേഴ്സിന്റെ കൂടെ വീണ്ടും നമ്മുടെ മാത്രമായിട്ടുള്ള ഒരു വിന്നേഴ്സ് മീറ്റിലാണ് നിൽക്കുന്നത്. അടിപൊളി. അപ്പൊ എല്ലാരും എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് ആണോ? എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? എക്സൈറ്റഡ് ആണോ? ഹാപ്പി ആണോ? എന്ത് തോന്നുന്നു? ഒരുപാട് ഹാപ്പിയാണ്. സോ നമുക്ക് തുടങ്ങാം അല്ലെ? യെസ്, വി വിൽ സ്റ്റാർട്ട് ഓൺ വിത്ത് കൃപ. ഹായ് കൃപ രവി. ഹായ് കൃപ. യെസ് കൃപ, എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ടായിരുന്നു നീതൂസിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ജേർണി? എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് തോന്നുന്നു കൃപ? ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, എക്സാം എഴുതിയപ്പം ഐ തിങ്ക് നമ്മൾ വന്ന ആ 2 months പ്രാക്ടീസും ഇത് ട്രൈ ചെയ്യും എങ്ങനെ എഴുതണം. ഇപ്പൊ സ്പീക്കിങ്ങിലാണെങ്കിലും റൈറ്റിംഗിലാണെങ്കിലും എല്ലാ മൊഡ്യൂളിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ട്രെയിനേഴ്സിന്റെ കാര്യം വെരി താങ്ക്ഫുൾ ടു ദം. ബിക്കോസ് അവര് ആ 2 months ഒത്തിരി ടയറിങ് ആയിരുന്നു. നമ്മുടെ വർക്കിലും ഇതും ഒക്കെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇച്ചിരി ലാഗ് അടിക്കുമ്പം ബട്ട് നമ്മളെക്കാളും കൂടുതൽ അവരാണ് നമുക്ക് സപ്പോർട്ട് തന്ന്. ദേ ആർ ലൈക്ക്, എനിക്ക് എന്താ പറയേണ്ടതല്ല, ബട്ട് വെരി ഹാപ്പി. നമ്മളെ കൊണ്ട് പറ്റും. ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്സ് അവരിങ്ങനെ നമ്മള് ദേ ആർ മോട്ടിവേറ്റിംഗ്. പറ്റും, യു ക്യാൻ. അപ്പം കറക്ഷൻസ് വരുമ്പം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ മാർക്ക് കുറച്ച് തരുന്നതാണ്, സോ ദാറ്റ് യു വിൽ ഗെറ്റ് ബെറ്റർ മാർക്സ്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ഐ എം വെരി താങ്ക്ഫുൾ ആൻഡ് താങ്ക് യു സോ മച്ച് മാം. ഞാൻ മുന്നേ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. I could feel that difference. So professional and it is like no words ma'am, and thank you so much. Okay, കൃപയുടെ ഇടയ്ക്കൊന്ന് കട്ടായി പോയിരിക്കുന്ന റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. കൃപയുടെ സ്കോർ ഒന്ന് പറയാമോ കൃപ? മാം സ്പീക്കിംഗ് ലിസണിംഗ് 360, റൈറ്റിംഗ് 370, 80. റൈറ്റിംഗ് 370, സ്പീക്കിംഗ് 380. ഫൈൻ. 380. ഓക്കെ, അപ്പൊ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് കൃപ. ഡ്യൂട്ടിയുടെ ഇടയ്ക്കാണ്. ഒരുപാട് സന്തോഷം അല്ലെ, ഒത്തിരി സന്തോഷം. ഈ ഒരു ജേർണിയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. 2 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു അല്ലെ? അതെ, അടിപൊളി. ഗഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. വി വിൽ മൂവ് ഓൺ വിത്ത് റൂബി. ഹായ് റൂബി. റൂബി ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? യെസ് മാം, ഗുഡ് ഈവനിങ് മാം. യെസ്, ഗുഡ് ഈവനിങ് റൂബി. റൂബി ഒരു ഫംഗ്ഷനിലാണെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞോ. യെസ് റൂബി പറഞ്ഞോ. യെസ് മാം, ഞാനൊരു ഫംഗ്ഷനിലാണ്. അതിന്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് വിടുന്നുണ്ടാവും സൗണ്ട്. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആണ് എന്റെ സക്സസ്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എന്റെ 3rd അറ്റംപ്റ്റ് ആണ്. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ഞാൻ നീതൂസിൽ വന്നതുകൊണ്ട് മാത്രം കിട്ടിയ ഒരു സക്സസ് ആണ് ഇതെന്ന്. എനിക്ക് ഒത്തിരി റീഡിംഗ് ലിസണിങ് ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു. റീഡിംഗ് ലിസണിങ് എങ്ങനെ, മുന്നേ ഞാൻ 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോച്ചിങ് പോയിരുന്നു. അപ്പൊ അവിടെ ഒരു സ്പീക്കിംഗ് റൈറ്റിംഗ് ഡെയിലി കിട്ടുമായിരുന്നു. പിന്നെ റീഡിംഗ് ലിസണിങ് നമ്മൾ തനിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ പിന്നെ ഞങ്ങളുടെ അടുത്ത് തനിയെ ഡിസ്കഷൻ ചെയ്യാൻ പറയും.
അപ്പൊ ഒന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. മിസ്റ്റേക്ക് വരുന്നത് എങ്ങനെയാണ് നമ്മളത് കറക്റ്റ് ചെയ്യണ്ടേ, ഓക്കെ അതൊന്നും അറിയില്ലായിരുന്നു. ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു ഞാന്. ഓക്കെ അങ്ങനെയാണ് ഞാന് ഒരു ദിവസം അങ്ങനെ എറണാകുളം ഇങ്ങനെ പാസ് ചെയ്തപ്പോഴാണ് നീതൂസിനെ കുറിച്ച് എനിക്ക് അറിയായിരുന്നു, പക്ഷെ പുളിഞ്ചോടുള്ള ഓഫ്ലൈനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഓക്കെ പിന്നെ അവിടെ ഓഫ്ലൈൻ ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞ് ഞാൻ ഒത്തിരി റിസ്ക് എടുത്തിട്ടാണ് ഞാൻ അവിടെ വന്ന് ജോയിൻ ചെയ്തത്. കാരണം എനിക്ക് 2 കുട്ടികളാണ്, അടിപൊളി. ഹസ്ബൻഡ് അബ്രോഡാണ്. ഓക്കെ അതെല്ലാം ഞാൻ പിന്നെ വീട്ടുകാർ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അവിടെ വന്ന് ഹോസ്റ്റൽ സ്റ്റേ ചെയ്ത് ഓഫ്ലൈൻ 2 മന്ത് ആയിരുന്നു. പിന്നെ ഞാൻ എക്സ്റ്റെൻഡ് 1 ഓക്കെ മന്തോടെ എക്സ്റ്റെൻഡ് ചെയ്തു. എനിക്ക് ഒത്തിരി അവിടുത്തെ ട്യൂട്ടേഴ്സ് എല്ലാ മാംസും എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. എസ്പെഷ്യലി വന്ദന മാമിന്റെ റീഡിംഗ് ക്ലാസ്സും ദിവിത മാമിന്റെ ലിസണിംഗ് ക്ലാസ്സും കേട്ടതിന് ശേഷമാണ് എനിക്ക് എങ്ങനെയാണ് റീഡിംഗ് ലിസണിംഗ് ചെയ്യണ്ടേ എന്നുള്ളത് മനസ്സിലായത് തന്നെ. ഓക്കെ പിന്നെ അതുപോലെ സ്പീക്കിംഗ് റൈറ്റിംഗ് ഭയങ്കര ഇൻഡിവിജ്വൽ കറക്ഷൻസ് ഒത്തിരി ഹെൽപ്ഫുൾ ഓക്കെ ആയിരുന്നു. ഓക്കെ റൈറ്റിംഗ് ആണെങ്കിലും നമുക്ക് ആ റൈറ്റിംഗിന്റെ ക്ലാസ് കഴിയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഡിസ്കഷൻ, അത് കഴിയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസ്കഷൻ, അതിനെല്ലാം ഒത്തിരി റൈറ്റിംഗ് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ സ്പീക്കിംഗ് ഒത്തിരി അടിപൊളി. ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ റിച്ച മാമിന്റെ സ്പീക്കിംഗ് ക്ലബ്ബ് ആദ്യമൊന്നും ഞാൻ ഓക്കെ കേറില്ലായിരുന്നു. മീൻസ് നമുക്ക് ഹോംവർക്ക് തരുന്നതിന്റെ ഓവർലോഡ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോ ഞാൻ സ്പീക്കിംഗ് ക്ലബ്ബ് ഒന്നും കേറാറില്ല. പക്ഷെ പിന്നെ പിന്നെ ഞാൻ കേറി തുടങ്ങി. അതിനുശേഷം എനിക്ക് സ്പീക്കിംഗ് ഒത്തിരി ഇമ്പ്രൂവ് ആയിരുന്നു. ഓക്കെ പിന്നെ അടിപൊളി. നീതുമാം ഡേറ്റ് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് എടുത്തിരുന്നു. എനിക്ക് സ്പീക്കിംഗ് റീഡിംഗ് ലിസണിംഗ് കിട്ടിയില്ല. പിന്നെ ഞാൻ വീണ്ടും ക്രാഷ് ഓൺലൈൻ ചെയ്തു, അതിലെനിക്ക് ഓക്കെ കിട്ടി. ഫൈൻ അടിപൊളി. അപ്പൊ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആയിട്ട് എടുക്കാം എന്നുള്ളത് കൊണ്ടാണെന്ന് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ നോ പ്രോബ്ലം. എനിവേ വീണ്ടും എടുത്തു. ഇന്നൊരു വിന്നർ ആയിട്ട് വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം റൂബി. എനിക്കിങ്ങനെ നമ്മൾ ഫേസ് ടു ഫേസ് കണ്ട സ്റ്റുഡൻസിനെ വീണ്ടും ഇങ്ങനെ ഒരു സൂമിൽ കാണുമ്പോൾ ഭയങ്കര ഒരു സ്പെഷ്യൽ ഒരു ഫീൽ ആണ്. ഓക്കെ ഒരുപാട് സന്തോഷം. നമുക്ക് മൺഡേ കാണാം. ഓക്കെ ഓക്കെ അടിപൊളി റൂബി. ഓക്കെ നോ പ്രോബ്ലം. വി വിൽ മൂവ് ഓൺ വിത്ത് മിന്റു. ഹായ് മിന്റു പറഞ്ഞേ. ഹായ് മാം, ഞാൻ ഒത്തിരി ഹായ്. എക്സൈറ്റഡ് ആണ്. കാര്യം ഇങ്ങനൊരു വിന്നേഴ്സ് മീറ്റിൽ കയറണമെന്ന് മാമിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ മാം പറയുമല്ലോ, നമ്മൾ ഇതൊന്ന് എക്സ്പെക്ട് ചെയ്യണം, അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഒത്തിരി ഇതായിരുന്നു, പക്ഷെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇതിന്റെ സെക്കൻഡ് അറ്റംപ്റ്റാ. ആദ്യത്തെ അറ്റംപ്റ്റ് എനിക്ക് അയർലൻഡ് സ്കോർ ഉണ്ടായിരുന്നു, രണ്ടാമത് ഞാൻ ലിസണിങ് കിട്ടി. ഇപ്പൊ ഈ മെയ് 10th എനിക്ക് വീണ്ടും ലിസണിങ് തന്നെ കിട്ടി. അങ്ങനെ ന്യൂസിലൻഡ് സ്കോർ കിട്ടി. ഓക്കെ ന്യൂസിലൻഡ് സ്കോർ ആണ്. അടിപൊളി. ഓക്കെ ഏതായിരുന്നു ടഫ് ആയിട്ടുള്ള മൊഡ്യൂള്? ലിസണിങ് റീഡിംഗ് ആയിരുന്നു മാം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പിങ്കി മാമിന്റെ ക്ലാസ്സും റിച്ച മാമിന്റെ ക്ലാസ്സും ഒക്കെ ഒത്തിരി ഇതായിരുന്നു. പിന്നെ റൈറ്റിംഗ് ആണെങ്കിലും മോനിഷ മാം ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു. മാർക്ക് പറയുമ്പോൾ എനിക്ക് വിഷമം. അപ്പൊ മാം പറയും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇതിന് സ്കോർ വരുമ്പോൾ കിട്ടും, നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറയും. ലിസണിങ് ആണെങ്കിലും ചില ദിവസം നമുക്ക് ഒരു ദിവസം കിട്ടും, പിറ്റേ ദിവസം കിട്ടും. അപ്പൊ നമ്മൾ ഇതായി പോകും. അപ്പൊ മാം പറയും പേടിക്കേണ്ട, നെക്സ്റ്റ് ഇതിന്റെ അകത്ത് കിട്ടും, ആ മെറ്റീരിയൽ ടഫാ, ടെൻഷൻ അടിക്കേണ്ട. അങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേഷന്റെ കാര്യത്തിൽ നല്ല ഒരു ഇതാണ്. പിന്നെ സണിസാറിന്റെ മോട്ടിവേഷൻ പറയുകയോ വേണ്ട. ഗ്രാമർ ക്ലാസ്സിൽ നമുക്ക് മടുപ്പാ ചില ദിവസം. കാര്യം നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാ. എനിക്ക് ഡ്യൂട്ടി ചെയ്യുന്നില്ല, എന്നാൽ കൂടെ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാൻ പാടാ. അപ്പൊ സാർ പറയും നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ പിന്നെ നിങ്ങൾക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ആയിക്കോളും, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും എന്നൊക്കെ പറയും. നല്ല നല്ല ക്ലാസ്സുകളാണ്. ഐ എം സോ താങ്ക്ഫുൾ മാം. ഓക്കെ ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം കേട്ടോ മിന്റു. യെസ് അപ്പൊ ഇന്നൊരു വിന്നർ ആയിട്ട് വന്നിരിക്കുമ്പോ യെസ് ഇറ്റ് ഇസ് പോസിബിൾ. സെക്കൻഡ് അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞു ഇന്ന്. വേണ്ട സ്കോറുമായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോ അത് പറയാൻ വേണ്ടി ഇവിടെ എത്തി. ഒരുപാട് സന്തോഷം കേട്ടോ മിന്റു. താങ്ക് യു സോ മച്ച്. Okay, we'll move on with Mafia. Mafia, Praveen, please switch on your camera. Hi, Mafia, കേൾക്കുന്നുണ്ടോ? Is it audible? എവിടെ പോയി? Hello. Hi, Mafia. Hello. Hi, Good evening to all. Good evening. Dear, tell me, how was your journey with Neetu? Yeah, ma'am, with the Neetu Academy is an excellent experience, and I really thanks to say all the teacher, and especially there is some names, ma'am Rashika or truly. With her guidance, ma'am and ma'am Raj. Hello. There is some network issue. We can't hear you properly. So thank you so much, all teacher. It's my excellent experience with the Neetu Academy, and thank you so much, all teacher. They really Okay. And thank you my Indian friends too who recommend me this academy. Okay. Thank you so much, dear. Thank you. Thank you, ma'am. Thank you. Thank you. Happy to see you. Thank you, dear. Thank So you. we will move on with Liji Kuriakose. Hi, Liji. Hi. Excited, Anna? തീർച്ചയായിട്ടും
നല്ല ഉഗ്ര ക്ലാസ് ആയിരുന്നു. എസ്പെഷ്യലി റീഡിംഗ് ലിസണിങ് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ എനിക്ക് ആദ്യം ഒരു ടഫായിട്ട് തോന്നിയെങ്കിലും എനിക്ക് വന്ദന മാമിന്റെയും കൃഷ്ണന്റെ ഒക്കെ ക്ലാസ് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ റൈറ്റിംഗ് ആയാലും മോനിഷ മാം ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മളെ ഓക്കെ മാക്സിമം നമ്മളൊന്ന് സ്ലോ ആയാൽ പോലും നമ്മളെ മാക്സിമം എൻകറേജ്മെന്റിന്റെ കാര്യത്തിൽ വെരി ഗുഡ് ഓക്കെ എക്സ്പീരിയൻസ്. ഓക്കെ സണ്ണിസാറിന്റെ ക്ലാസ് ആയാലും ഒത്തിരി മോട്ടിവേഷൻ ആയിരുന്നു പഠിക്കാനായിട്ട്. ഓക്കെ വെരി വെരി ഐ അടിപൊളി. എം വെരി താങ്ക്ഫുൾ ആൻഡ് ഗുഡ് എക്സ്പീരിയൻസ് ഫ്രം വില്ലേജ് അക്കാദമി. ഓക്കെ ലിജി, സ്കോർ ഒന്ന് പറയാമോ? റിമൈനിങ് എല്ലാം ബി ഉണ്ട്. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം ലിജി. എത്രയും പെട്ടെന്ന് പ്രോസസ്സിംഗ് ഒക്കെ നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. വി വിൽ മൂവ് ഓൺ വിത്ത് ലക്ഷ്മി. ഹായ് ലക്ഷ്മി. ലക്ഷ്മി പ്രസാദ്. ഹായ് ലക്ഷ്മി, എന്താ തോന്നുന്നു? എക്സൈറ്റഡ് ആണോ? വളരെയധികം എക്സൈറ്റഡ് ആണ് മാം. ഇതെന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് മാം. ഞാൻ ഒരുപാട് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. സന്തോഷത്തിലാണ്. ഓക്കെ അതെ മാം, അതെ. എനിക്ക് OET-ക്ക് ഇങ്ങനെ ചേരുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് കിട്ടാൻ, ഫസ്റ്റ് ടൈമിൽ എന്തായാലും കിട്ടില്ല, സാരില്ല, പിന്നെ നമുക്ക് ട്രൈ ചെയ്യാന്നൊക്കെയാണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞത്. പക്ഷെ ഓക്കെ ഒരുപാട് ടെൻഷനോട് ജോയിൻ ചെയ്തു. പക്ഷെ 3 ഓക്കെ മന്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പം ഞാൻ വളരെയധികം കോൺഫിഡൻസോട് കൂടി തന്നെയാണ് എക്സാം എഴുതാൻ പോയത്. കാരണം അടിപൊളി. നീഡോസിലെ ഓരോ ട്രെയിനേഴ്സും അത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ തന്നെയാണ്. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അവരുടെ അടുത്ത് പഠിക്കാൻ സാധിച്ചത് വളരെയധികം ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഓക്കെ, എസ്പെഷ്യലി എനിക്ക് എടുത്തു അടിപൊളി. പറയാനുള്ളത് സണ്ണി സാറിന്റെ കാര്യം തന്നെയാണ്. ഓക്കെ ഇടയ്ക്ക് ഒരു സ്ട്രെസ്സോ ടെൻഷനോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ സാറിന്റെ മോട്ടിവേഷണൽ സ്റ്റോറീസ് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുണ്ട് മാം. എനിവേ, താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ഒരുപാട് സന്തോഷം ലക്ഷ്മി. ഏതിനാണ് സ്കോർ എന്ന് പറയാമോ? എത്രയാണ് സ്കോർ എന്ന്? യെസ് മാം. റീഡിംഗ് ലിസണിംഗ് 350 ആൻഡ് സ്പീക്കിംഗ് 390 മാം. ഓക്കെ, അടിപൊളി. സ്കോർ ആണ് അല്ലേ? ഓക്കെ, യെസ് മാം. സോ ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. വി വിൽ മൂവ് ഓൺ വിത്ത് ടീന. ഹായ് ടീന, പറഞ്ഞേ. ഹായ്, ഗുഡ് ഈവനിങ് മാം. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഒത്തിരി സന്തോഷം. അതോടൊപ്പം ഒത്തിരി നന്ദി. എൻ്റെ ടീമിന് നന്ദി. വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ഫസ്റ്റ് ക്ലാസ് തൊട്ട് ലാസ്റ്റ് ക്ലാസ് വരെ. ഇവൻ എക്സാമിന്റെ തലേദിവസം പോലും കിട്ടിയ സപ്പോർട്ട് വളരെയധികം പ്രോത്സാഹനം നൽകി. എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. റിസൾട്ട് ഒരു പോസിറ്റീവ് റിസൾട്ടും കിട്ടി. താങ്ക് യു സോ മച്ച് മാം. സ്പെഷ്യലി റൈറ്റിംഗിന് അജിത മാം, റോസ് മാം, പിന്നെ ജിനു മാം വെരി സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ലിസണിങ്ങും റൈറ്റിംഗും റീഡിങ്ങും എല്ലാത്തിന്റെയും ടിപ്സ് വളരെയധികം സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്തു. അടിപൊളി. അപ്പൊ ഒത്തിരി ഹാപ്പി ആയിട്ട് ഇത് വന്നേക്കുവാണ്. ഒത്തിരി സന്തോഷം. എത്ര നാളത്തെ ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു നിതൂസിനോടൊപ്പം ടീന? 3 months ആയിരുന്നു മാം. ഞാൻ 6 years മുമ്പ് ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തായിരുന്നു. അന്ന് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു OET എന്താണെന്നും. ഈ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴാണ് എന്താണെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ ഏതായാലും കിട്ടി മാം. എല്ലാത്തിനും ബി ഉണ്ട്. ലിസണിംഗ് റീഡിങ്ങും 370, റൈറ്റിംഗ് 360, സ്പീക്കിംഗ് 390. താങ്ക് യു സോ മച്ച്. അടിപൊളി. ഒരുപാട് സന്തോഷം ടീന, ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലെസ് യു. വിൽ മൂവ് ഓൺ വിത്ത് ലോകേശ്വരി. ഹായ് ലോകേശ്വരി. ഹായ് മാം. ടെൽ മീ ഡിയർ, എങ്ങനെ തോന്നുന്നു? അടിപൊളിയായിരുന്നോ? എക്സൈറ്റഡ് ആണോ? ഒത്തിരി താങ്ക് യു. ഒത്തിരി സന്തോഷം. എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തു. 3 months കോഴ്സ്, ക്രാഷ് കോഴ്സ്, റിപ്പീറ്റേഴ്സ് കോഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്തു. എന്റെ മാർക്ക് എപ്പോഴും 3B, ഒരു C+, അങ്ങനെ C ആ കിട്ടി. ഇവിടെ 290, അങ്ങനെ 290 ആ ഇതിലാ പോകുന്നത്. അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് 5ാമത് പ്രാവശ്യം ഞാൻ എല്ലാത്തിലും B ആണ് എന്റെ സ്കോർ. എല്ലാം B സ്കോർ, എല്ലാം എന്റെ 360 ആണ്. താങ്ക് യു സോ മച്ച്. ഒത്തിരി ഫാക്കൽറ്റി എല്ലാം ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ മാംസും സൂപ്പർ ആണ് സപ്പോർട്ട്. ക്ലാസ് മാമിന്റെ ലൈവും ഞാൻ റൈറ്റിംഗ് എപ്പോഴും അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ വന്ദന മാമിന്റെ ഡെയിലി മറ്റേ ഇതുണ്ടല്ലോ, റീഡിംഗിന്റെ പാർട്ട്. ഇറ്റ്സ് വെരി വെരി യൂസ്ഫുൾ ഫോർ all people, not only Needu students, all the people. So many people are attending that one. My friends, everyone. I'm very happy. താങ്ക് യു സോ മച്ച്. എങ്ങനെ നന്ദി പറയാനും അറിയത്തില്ല. ഈ ഡ്യൂട്ടിന്റെ ഇടയ്ക്ക് കഷ്ടപ്പെട്ട് 12 hours ഡ്യൂട്ടി, കണ്ടിന്യൂസ് 6 days. വൺ ടൈം പ്രിയ മാം എല്ലാം ചോദിച്ചിട്ടുണ്ട്, ലോകേശ്വരി എപ്പോഴും ഭയങ്കര ടയർഡാണല്ലോ, എന്ത് പറ്റി? അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ കറഞ്ഞുപോയി. അത്രയും കഷ്ടപ്പെട്ട സ്ട്രെസ്സിലാണ് ഞാൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ചെയ്തത്. ഒത്തിരി താങ്ക് യു മാം. ഒരുപാട് സന്തോഷം ലോകേശ്വരി. നമ്മൾ എപ്പോഴും പറയാലോ, യുവർ പെയിൻ വിൽ ബി റിവാർഡഡ് എന്ന് പറയുന്നത് അല്ലെ? ശരിക്കും ആ ഒരു പെർസീവറൻസിന്റെ റിസൾട്ട് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ടുഡേ യു ആർ ദ വിന്നർ അല്ലെ? ഒരുപാട് സന്തോഷം. ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. ഈ ഒരു പെയിന്റെ റിസൾട്ട് ഇന്ന് കിട്ടി. ഇന്ന് ഒത്തിരി എക്സൈറ്റഡ് ആണ്. ബാക്കിയുള്ള പ്രോസസ്സിംഗും എത്രയും പെട്ടെന്ന് നടക്കട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ഡിയർ. വി വിൽ മൂവ് ഓൺ വിത്ത് മറീന. മറിയം ജേക്കബ്. ഹായ് മറീൻ, പറഞ്ഞേ. മാം ഗുഡ് ഈവനിങ് മാം.
ഗുഡ് ഈവനിങ്. എന്ത് തോന്നുന്നു? ഞാനൊരു ഇപ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഒരു മിറാക്കിൾ പോലെ തോന്നുകയാണ്. എക്സാം എഴുതിക്കുന്ന ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഈ 3 മന്ത് വെറുതെ ആയി പോവോ. ഞാൻ ആക്ച്വലി എന്റെ ഫ്രണ്ടിന്റെ ഗ്രാജുവേഷൻ ഇരുന്നപ്പോഴാണ് റിസൾട്ട് അറിയണേ. ഞാനന്ന് ഒരു ഞാൻ എല്ലാരും വിളിച്ചു പറയും സ്വപ്നാണോടെ സത്യമാണോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മാം. ഞാൻ അവിടെ എക്സാമിന് ഇരിക്കുമ്പോഴാണ് മാംസ് ഒക്കെ പറയണതൊക്കെ ഓർമ്മ വരണേ. വന്ദന മാം അത് കോൺട്രഡിക്ടറി ആണ്, അതങ്ങനെ നോട്ട് മെൻഷൻ എന്നൊക്കെ പറയില്ലേ പാർട്ട് ബിയിലൊക്കെ, അതൊക്കെ അപ്പോഴാണ് ഓർമ്മ വരണേ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫസ്റ്റ് ടൈം എഴുതി കിട്ടണം എന്നുള്ളത്. ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു ജസ്ന. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കിട്ടണം എന്നായിരുന്നു ഞങ്ങളുടെ ഭയങ്കര ആഗ്രഹം. ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയല്ലോ. എന്നാ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴൊക്കെ വിചാരിക്കും ഈ വൈറ്റ് ഷർട്ട് എങ്ങനെയെങ്കിലും എത്തിയായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുമായിരുന്നു. അത് ഭയങ്കര നടന്നതിൽ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും എന്നെ പഠിപ്പിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എനിക്ക് സ്പീക്കിങ്ങിന് 400 ഉണ്ട്. സ്പീക്കിംഗ് ഞാൻ ആഗ്രഹിച്ച സ്കോർ ആയിരുന്നു 400. റീഡിംഗ് ഒക്കെ എനിക്ക് അത്യാവശ്യം ടഫായിരുന്നു. എല്ലാം എനിക്ക് ടഫായിരുന്നു, പക്ഷെ എല്ലാം ദൈവാനുഗ്രഹം. അടിപൊളി. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. നമുക്ക് മൺഡേ കാണാം കേട്ടോ. ഓക്കെ, മൂവ് ഓൺ വിത്ത് ഷെറിൻ. ഷെറിൻ ജോർജ്. ഹായ് ഷെറിൻ. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓർക്കുന്നുണ്ടോ 2 weeks ബിഫോർ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു 26 ഞാൻ റിപ്പീറ്റ് എഴുതുന്നുണ്ട്. ഞാൻ ഒന്നും കൂടെ എഴുതുന്നുണ്ടെന്നല്ലേ? ശരിയാ ശരിയാ ശരിയാ. അടിപൊളി. 2019 തുടങ്ങിയ എന്റെ ജേർണി ഇതോടെ അവസാനിച്ചു. അടിപൊളി. ഒത്തിരി താങ്ക് യു എല്ലാരോടും. ഒത്തിരി താങ്ക്സ്. പ്രത്യേകിച്ച് വന്ദനമാം പറഞ്ഞായിരുന്നു പ്രീവിയസ് ലൈവ് സെക്ഷൻസ് എടുത്ത് ചെയ്യണം. ലാസ്റ്റ് 24 ഓഗസ്റ്റ് വരെയുള്ള സെക്ഷൻസ് ഞാൻ 4 weeks എല്ലാം എടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പോയ റീഡിംഗ് സ്കോർ ഇപ്രാവശ്യം ഞാൻ അച്ചീവ് ചെയ്തു. ബാക്കി എന്റെ ഇവിടുത്തെ NMC രജിസ്ട്രേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്ത് ഞാൻ വെയിറ്റിംഗ് ഫോർ ദ NMC പിൻ നമ്പറിന് വെയിറ്റിംഗ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം ഷെറിൻ. പറയാനില്ല. രണ്ടാമത് വിന്നേഴ്സ് മീറ്റിൽ എത്തിയേക്കുവാണ്. അടിപൊളി അല്ലെ? ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. ഓക്കെ ഷെറിൻ, ഗോഡ് ബ്ലെസ് യു. അപ്പണ്ടല്ലേ എത്രയും പെട്ടെന്ന് ആ ഒരു പ്രോസസിങ് ഫിനിഷ് ചെയ്ത് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അവിടെ കയറാൻ പറ്റട്ടെ. വലിയ സന്തോഷമാണത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ആ ഒരു യൂണിഫോമിന്റെ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നല്ലേ, അത് എത്രമാത്രം നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുമെന്നല്ലേ? തീർച്ചയായിട്ടും എനിക്കത് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ആ ഒരു കളറിന്റെ ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇടുമ്പോ എത്രമാത്രം അല്ലെ, എത്ര പ്രൗഡ് ആയിരിക്കും അല്ലെ? തീർച്ചയായിട്ടും എനിക്കൊരു ഫോട്ടോ അയക്കണം കേട്ടോ, ന്യൂ യൂണിഫോം. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you so much. Yeah, we will move on with Siji. Siji ചെറുപുഷ്പം ചെറിയ. ഹായ് സിജി. ഹായ് മാം. ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. എന്താ തോന്നുന്നു? എങ്ങനെയുണ്ടായിരുന്നു ജേർണി? വലിയ സന്തോഷം. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് എഴുതുന്നത്. ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ എനിക്ക് OET എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വാശിക്ക് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങിയത് സത്യം പറഞ്ഞ. അതിന്റെ സ്കോർ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഒരു ജാനുവരി മുതൽ ഒരു 3 മാസത്തെ കോഴ്സ് എടുത്തു. അപ്പൊ കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് എന്റെ 2 ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചിരുന്നു, അവർ OET എഴുതി കിട്ടിയ ആൾക്കാർ. അപ്പൊ അവരെന്നോട് പറഞ്ഞു വേറെ ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവർ പഠിച്ചത്. അപ്പൊ അവര് വന്നിട്ട് നീദൂസിലെ ക്രാഷ് കോഴ്സ് എടുത്തിരുന്നു. ജോയിൻ ചെയ്യുകയാണെങ്കിൽ നീദൂസിൽ ജോയിൻ ചെയ്താൽ മതി എന്ന് എന്നോട് 2 പേര് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആക്ച്വലി അവര് ഒരു ഫ്രണ്ട് തന്നിട്ടാണ് ഞാൻ നീദൂസിന്റെ നമ്പർ എടുത്തിട്ട് വിളിച്ചതും മെസ്സേജ് അയച്ചതും അങ്ങനെ എനിക്ക് ക്ലാസ് ജോയിൻ ചെയ്യാൻ പറ്റിയതും. അപ്പൊ ഞാൻ ജോയിൻ ചെയ്യുമ്പോ ശരിക്കും പറഞ്ഞാൽ 3 മാസം ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ആദ്യം തന്നെ പറഞ്ഞല്ലോ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം, ഒരു ക്ലാസ് പോലും മിസ്സാക്കരുത് എന്നൊക്കെ പറഞ്ഞത് അതുപോലെ കേൾക്കാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു വളരെ എന്താ പറയാ ഹെൽപ്ഫുൾ ആയത്. പിന്നെ ഞാൻ ലൈവ് എല്ലാം തന്നെ അറ്റൻഡ് ചെയ്യുമായിരുന്നു, സമയമില്ലെങ്കിലും എല്ലാ ലൈവും അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ റീഡിംഗ് ഒക്കെ പറയാതിരിക്കാൻ പറ്റില്ല. റീഡിംഗ് ലിസണിങ് ഒക്കെ ശരിക്കും ശ്രുതി മാമിന്റെ ക്ലാസ് മുതൽ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. അതുപോലെ സണ്ണി സാർ ആണെങ്കിൽ സണ്ണി സാറിന്റെ ക്ലാസ്സിൽ സണ്ണി സാറിന് ഞാൻ മെസ്സേജ് അയച്ചു, എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചപ്പോ സാർ എന്നോട് പറഞ്ഞു, സിജിയെ ഞാൻ നന്നായിട്ട് ഓർത്തിരിക്കുന്നുണ്ട്, ഞാൻ എന്നും ആദ്യം തന്നെ എന്തെങ്കിലും പൊട്ടത്തരം പറയുമായിരുന്നു. അപ്പൊ പറയും വന്നല്ല വനമാല എന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞു ബാക്കി എല്ലാരും ഞാൻ മറന്നുപോയാലും സിജിയെ ഞാൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വളരെ നല്ലൊരു ജേർണി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നീദൂസിന്റെ കൂടെ. ഓരോ ടീച്ചേഴ്സും ഓരോരുത്തരും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനിപ്പോ എന്റെ കൂടെയുള്ള ആളുകൾക്കൊക്കെ സത്യം പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ
അപ്പൊ അത് തീർച്ചയായിട്ടും. മാത്രല്ല, ഞാൻ റിസൾട്ട് വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ April 26 എഴുതിയതാണേ. ഓക്കെ. അപ്പൊ ഒമാനിലാ എഴുതിയത്. അപ്പൊ റിസൾട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, നീതൂസിന്ന് ഇങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ട്, അപ്പൊ നോക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ രാവിലെ മുതലേ ഇരുന്ന് നോക്കി വരുന്നില്ല. പിന്നെ ആരോ പറഞ്ഞു എന്നോട്, ഒമാനിലെ കറക്റ്റ് 15 ദിവസം കഴിയുമ്പോഴേ വരുള്ളൂ. അപ്പൊ വരുള്ളൂ. ഒരു ദിവസം ഞാൻ ഹസ്ബൻഡ് എന്നെ വിളിച്ചെണീപ്പിച്ചിട്ട് റിസൾട്ട് വന്ന് നോക്കുന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, നോക്കിയപ്പോ എല്ലാത്തിനും ബി. അപ്പൊ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഫസ്റ്റ് അറ്റംപ്റ്റില് എല്ലാരും പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് അടിപൊളി. അറ്റംപ്റ്റ് കിട്ടില്ല. അതുപോലെ നേരത്തെ ആരോ പറഞ്ഞു, അവിടെ കുറേ പ്രാവശ്യം എഴുതിയ കുറേ ആളുകളുടെ എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ പഠിക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പോ കുറേ പേര് പറയും, ഓ ആദ്യം ഒന്നും എന്തായാലും കിട്ടാൻ പോകുന്നില്ല, ഞാനൊക്കെ 5 പ്രാവശ്യം എഴുതിയിട്ടാ കിട്ടിയേ. അപ്പൊ നമുക്കത് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. പക്ഷെ അപ്പൊ നമുക്ക് ഓരോ ട്യൂട്ടേഴ്സും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ ഈ കാര്യം പ്രോപ്പർ ആയിട്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും. ആ കോൺഫിഡൻസ്. പിന്നെ അതുപോലെ സണ്ണി സാറിന്റെ തീർച്ചയായിട്ടും. ഓരോ ദിവസത്തെ ആ മോട്ടിവേഷൻ ഞാൻ എന്റെ ആ നോട്ടിന്റെ സൈഡിൽ ഓരോ ദിവസത്തെയും കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ്. അപ്പൊ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുതി വായിച്ച് അങ്ങനെ എന്തായാലും ദൈവം സഹായിച്ച് എന്തോ എല്ലാത്തിനും അടിപൊളി. കിട്ടി. ഒത്തിരി അങ്ങനെ സന്തോഷം സുജി, ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. സോ താങ്ക് യു സോ മച്ച്. ഞാൻ ബാക്കി ഇതേപോലെ കാര്യങ്ങളൊക്കെ നേരത്തെ പോലെ പ്രോപ്പർ. ഒരു ഫംഗ്ഷനിലാണ്. അപ്പൊ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ലായിരുന്നു. എന്റെ ഓക്കെ, ചേച്ചിയുടെ മോന്റെ നോ പ്രോബ്ലം. കല്യാണമാ നാളെ. അപ്പൊ അതിന്റെ തിരക്കിലെങ്ങനെ, അപ്പൊ എന്തായാലും നടക്കട്ടെ. അതും അറ്റൻഡ് ചെയ്യാൻ പറ്റി. കൂടെ അതെ സന്തോഷത്തിന്റെ കൂടെ അല്ലെ ഒരു സന്തോഷം കൂടെ. ഒരുപാട് സന്തോഷം സുജി. താങ്ക് യു സോ താങ്ക് യു മച്ച്. സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വിൽ മൂവ് ഓൺ വിത്ത് ജിഷിൻ ജോൺസൺ. ഹായ് ജിഷിൻ, പറഞ്ഞേ. ജിഷിൻ ഡ്യൂട്ടിയിലാണ്. യെസ് ജിഷിൻ. അതെ മാം. ഹായ്, ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. വളരെ എക്സൈറ്റഡ് ആണ്, വളരെ സന്തോഷമുണ്ട്. ഞാൻ ഓക്കെ. ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് കിട്ടുമെന്ന്. ആദ്യം എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് അശ്വതി മാഡം ആയിരുന്നു ഞങ്ങളുടെ കോർഡിനേറ്റർ. ഞാൻ വൺ മന്ത് ക്രാഷ് കോഴ്സ് ആണ് എടുത്തത്. ഞാൻ മുന്നേ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോ അന്ന് എനിക്ക് മര്യാദയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഡ്യൂട്ടി അവേഴ്സും കാര്യങ്ങളൊക്കെ ആയ കാരണം ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നീ ക്രാഷ് കോഴ്സ് എടുക്കുക, നിനക്ക് കുറച്ച് നാൾ പഠിച്ചതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നീ ദിവസത്തിൽ ക്രാഷ് കോഴ്സ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ക്രാഷ് കോഴ്സ് എടുത്തു. അപ്പൊ എനിക്ക് കോർഡിനേറ്റർ ആയിട്ട് വന്നത് അശ്വതി മാം ആയിരുന്നു. അശ്വതി മാം ഈ ഒരു നിമിഷം വരെ അശ്വതി മാമിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എന്നും വിളിച്ചിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് ക്ലാസ്, അറ്റൻഡൻസ് ചോദിക്കും. നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു ജേർണിയിൽ ഞാൻ കൂടുതലായിട്ട് അശ്വതി മാമിനെ മിസ് ചെയ്യുന്നുണ്ട്, നീതു മാമിനെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു വിന്നേഴ്സ് മീറ്റിൽ ഇരിക്കണം, ഇതേപോലെ ഇങ്ങനെ സംസാരിക്കണം എന്ന് ഞാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വിന്നേഴ്സ് മീറ്റിംഗ് ഞാൻ കാണാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ഒരു നാൾ എനിക്കും ഇരിക്കണം ഇതേപോലെ, എനിക്കും സംസാരിക്കണം, എനിക്കും എന്റെ എക്സ്പീരിയൻസ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. അങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോ എനിക്ക് സാധിച്ചു. അതിനാദ്യമേ തന്നെ ദൈവത്തോട് നന്ദി പറയാണ്. പിന്നെ പ്രിയ മാമിന്റെ ക്ലാസ്, അതാണ് എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. റൈറ്റിങ്ങിന്റെ ക്ലാസ്, എങ്ങനെയാണ് ഒരു റൈറ്റിംഗ് എഴുതണം, അതിൽ കൂടുതലായിട്ട് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പ്രിയ മാമിന്റെ ക്ലാസ്സിൽ നിന്നാണ് പഠിച്ചത്. പിന്നെ റിച്ച മാമിന്റെ ക്ലാസ് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. സ്പീക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ബുള്ളറ്റിൻ പോയിന്റ്സ് പറയുമ്പോൾ ഞാൻ ഓരോന്ന് ഇങ്ങനെ എഴുതിയെടുക്കും, എന്തൊക്കെയാണ് എവിടേക്കാണ് പറയണ്ടേ, അങ്ങനെയൊക്കെ ഞാൻ എഴുതിയെടുക്കുമായിരുന്നു. അങ്ങനെ പഠിച്ചാണ് ഞാൻ സ്പീക്കിംഗ് നല്ല ഇമ്പ്രൂവ് ചെയ്തത്. പിന്നെ അതേപോലെ പറയാനുള്ളത് റീഡിങ്ങിന്റെ മാം, വന്ദന മാം, റീഡിങ്ങിന്റെ എ പാർട്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇതേപോലെ തന്നെ ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ച് പഠിച്ച് അങ്ങനെ എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. വളരെയധികം സന്തോഷമുണ്ട്. ഞാനിപ്പോ എല്ലാവരോടും പറയുന്നത്, നീതൂസിൽ പഠിച്ചാൽ മതി, വേറെ ഒരു സ്ഥലത്തും പോകണ്ട. നീതൂസാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലം. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അവിടെ തന്നെ പഠിച്ചാൽ മതി. എല്ലാവരും, ഞാനിപ്പോ എന്റെ വാർഡിലുള്ളവരാണെങ്കിലും എന്റെ കൊളീഗ്സ് ആണെങ്കിലും എല്ലാവരോടും ഞാൻ പറയുന്നത് വേഗം പഠിച്ചോ, നീതൂസിൽ പഠിച്ചാൽ മതി എന്നാ പറയുന്നുള്ളൂ ഇപ്പൊ എല്ലാവരും. ഒരുപാട് സന്തോഷം ജിഷിൻ, ഒത്തിരി സന്തോഷം. ഡ്യൂട്ടിക്കിടയിലും അല്ലെ ആ ഒരു ജേർണിയെ പറ്റി പറയാൻ അല്ലെ. വിന്നേഴ്സ് മീറ്റിൽ വരണം എന്ന ഉദ്ദേശത്തോടു കൂടെ പഠിച്ചു വിന്നേഴ്സ് മീറ്റിൽ എത്തി. ഇന്നിപ്പോ ഓഫ്ലൈൻ സ്റ്റുഡൻസ് പറഞ്ഞു ആ വൈറ്റ് ചെയറിൽ എങ്ങനെയെങ്കിലും ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചു. തിങ്കളാഴ്ച അവരെ ഇരിക്കും അല്ലെ. ഓഫ് കോഴ്സ്. അപ്പം അത്രയും സന്തോഷമുള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സിൽ കൂടെ നമ്മുടെ വിന്നേഴ്സ് മീറ്റ് പൊക്കോണ്ടിരിക്കണം. ഒരുപാട് സന്തോഷം ജിഷിൻ. വിൽ കം ബാക്ക് വിത്ത് വിജയലക്ഷ്മി. ഹായ് വിജയലക്ഷ്മി, അൺമ്യൂട്ട് ചെയ്യാമോ? ഹായ്, പറഞ്ഞടാ. ഗുഡ് ഈവനിങ് മാം. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ 4th അറ്റംപ്റ്റ് ആണ്. 1 ഇയർ ആയിട്ട് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നീതൂസിൽ 3 month കോഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ 4th അറ്റംപ്റ്റിലാണ് എനിക്ക് എല്ലാം ബി കിട്ടിയത്. എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക്. മാം എനിക്ക് റീഡിങ് 370,
സ്പീക്കിംഗ് 380, Okay. ലിസണിങ് ആൻഡ് റൈറ്റിംഗ് 360. അടിപൊളി. എല്ലാം ഫുൾ എല്ലാവരും ബിയോട് നന്നായി പാസ് സപ്പോർട്ട് ആയേക്കുന്നത് അല്ലേ? ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. യെസ് മാം, We'll എല്ലാവരും move on നന്നായി with സപ്പോർട്ട് ചെയ്തു. താങ്ക് യു. okay. Thank you, dear. Yes, we'll move on with Sharon. Hi, Sharon. പറഞ്ഞേ. ഗുഡ് ഈവനിങ് മാം. Good evening. Yes. ഭയങ്കര ഹാപ്പിയാണ്. ഡെയിലി ആ നീതൂസിന് ജയിച്ചതിന്റെ ആ ഫോട്ടോ ഒക്കെ വെച്ച് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ FB-ലും ഇൻസ്റ്റയിലും എല്ലായിടത്തും സ്റ്റോറി സ്റ്റാറ്റസും ഒക്കെ ഇട്ടു. ഭയങ്കര സന്തോഷമായിരുന്നു. അടിപൊളി. ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആണ് കേട്ടോ. ഓക്കെ, അതെ. പറഞ്ഞോ. അതുപോലെ മെറിൻ പറഞ്ഞ പോലെ ആ വൈറ്റ് ചെയർ കാണുമ്പോൾ ഒത്തിരി കൊതിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് ഇരിക്കണോന്ന്. പക്ഷെ തിങ്കളാഴ്ച ഞാൻ വരും ഇരിക്കാൻ. വരും, കാണും നമുക്ക്. മാം യെസ്, അടിപൊളി. മാം പറഞ്ഞു ഞങ്ങൾ ജോയിൻ ആയപ്പോ ഫ്രഷേഴ്സ് ഡേ നടത്തിയപ്പോ മാം പറഞ്ഞു നീതൂസി വന്നെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു, ജയിച്ചു. ഭയങ്കര ഹാപ്പിയാണ്. മാമിനോടും അവിടെ പഠിപ്പിച്ച എല്ലാ ട്യൂട്ടേഴ്സും ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. എല്ലാരും അത്രയ്ക്ക് ഒന്നിനൊന്നിന് മെച്ചം. അതുപോലെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അവിടെ പഠിക്കാൻ പറ്റിയത് എന്റെ ഒരു ലക്കായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. ഒത്തിരി താങ്ക്സ്. അടിപൊളി. ഒരുപാട് സന്തോഷം ഷെറിൻ. ഓക്കെ, നമുക്ക് മൺഡേ കാണാം അല്ലേ? മെറിൻ, ഷെറിൻ ആൻഡ് ജസ്ന പറഞ്ഞേ ഇന്ന് പ്രോഗ്രാമിന് Good evening, ma'am. പറഞ്ഞേ. യെസ്, ഗുഡ് ഈവനിങ്. ഭയങ്കര ഹാപ്പിയാ മാം. ഒരുപാട് പ്രതീക്ഷയായിട്ട് നീതൂസിലോട്ട് വന്നെ. നീതൂസ് എന്റെ ഫസ്റ്റ് ചോയ്സും എന്റെ ഒരേ ഒരു ചോയ്സും നീതൂസ് അക്കാഡമി ആയിരുന്നു മാം. ഞാൻ OET പഠിക്കാനുണ്ടെങ്കിൽ നീതൂസ് തന്നെ പഠിക്കത്തോളന്നായിരുന്നു. പിന്നെ ആദ്യം ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ആയിട്ടാ വന്നെ. 1-2 ക്ലാസ് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അതല്ല ആ സംഭവമല്ലാന്ന്. പിന്നെ പിന്നെ കുറച്ച് ഡീമോട്ടിവേറ്റഡ് ആയി. പക്ഷെ ട്യൂട്ടേഴ്സ് അവര് ഭയങ്കര സപ്പോർട്ടാ. വിത്തിൻ 1 മന്ത് നിങ്ങൾ ഓക്കെ ആവുമെന്ന് പറഞ്ഞു. 1 മന്ത് എടുത്തില്ല, അതിനു മുന്നേ തന്നെ എല്ലാത്തിലും ഓക്കെ ആയി. എനിക്കാണെങ്കിൽ ഞാൻ റീഡിംഗ് ഒക്കെ ചെയ്യുമ്പോ വന്ദനമാം എന്റെ തലയിൽ വന്നിരുന്ന് ചെയ്യുന്ന പോലെ എന്റെ ബ്രെയിൻ വന്ദനമാമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം മാം ഓൺലി മെൻഷൻഡ് അല്ല, ഓൾ മെൻഷൻഡ് അല്ല, അപ്പൊ അതല്ല, നോട്ട് മെൻഷൻ, കോൺട്രഡിക്ടറി, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ തന്നെ അത് തന്നെ ചെയ്യായിരുന്നു. പിന്നെ സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കൂട്ടത്തില സംസാരിക്കാൻ, ഇങ്ങനെ 1-to-1 സംസാരിക്കാൻ. അപ്പൊ ഞാൻ അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ മാംസ് എപ്പോഴും പറഞ്ഞ ടെൻഷൻ ഇല്ല സംസാരിക്കുന്നത്. അവിടെ ചെന്നപ്പോ സത്യം പറഞ്ഞാൽ ഒരുപാട് ടെൻഷൻ ആയിപ്പോയി. അപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ സ്ട്രക്ചർ നീതൂസി പഠിപ്പിച്ച സ്ട്രക്ചർ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തേക്കണേ. എന്റെ സെന്റൻസ് ഒക്കെ പോയി, ഗ്രാമറൊക്കെ എവിടേക്കോ പോയിട്ടുണ്ട്, എനിക്ക് നല്ല ഉറപ്പ്. പക്ഷെ ഞാൻ ആ സ്ട്രക്ചർ ഫോളോ ചെയ്ത് അതുപോലെ പറഞ്ഞതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് സ്പീക്കിംഗ് നല്ല സ്കോറൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാത്തിനും B ഉണ്ട്. ഞാൻ ആഗ്രഹിച്ച പോലെ ഉള്ള സ്കോറൊക്കെ കിട്ടി. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും നല്ല ട്യൂട്ടേഴ്സ്, ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള, എക്സാമിന്റെ തലേന്നാണെങ്കിൽ പോലും എല്ലാരും വിളിച്ച് സംസാരിക്കും, മോട്ടിവേറ്റിംഗ് കിട്ടും. ഇങ്ങനെ പോയാൽ മതി, കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കിട്ടി. പിന്നെ ദൈവത്തിനോടും നന്ദി പറയണം. ഒത്തിരി സന്തോഷം. ജസ്റ്റ് നമുക്ക് മൺഡേ കാണാം. ഓക്കെ, അടിപൊളി. യെസ്, സ്നേഹ അടുത്ത ആള്. യെസ് സ്നേഹ ആനി ബാബു. യെസ്, പറഞ്ഞേ. സ്റ്റുഡൻസ് ആണ്. അടിപൊളി. പറഞ്ഞേ, എന്താ തോന്നുന്നു? എക്സൈറ്റഡ് ആണോ? നമ്മള് ലാസ്റ്റ് അല്ലെ എക്സാമിന്റെ തലേദിവസം നമ്മൾ കണ്ടു അല്ലേ? അതെ, യെസ് മാം. തലേദിവസം മാം വന്നിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് ടു മൈ ഓൾമൈറ്റി ഗോഡ്, ബിക്കോസ് ഒത്തിരി പ്രാർത്ഥനകളുടെ ഫലമാണിത്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ മാമിന്റെ മോട്ടിവേഷൻ, എക്സാമിന്റെ തലേദിവസം മാം വന്നിരുന്നു. അന്ന് ഒത്തിരി മാം പറഞ്ഞു, നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുക, ദൈവം നോക്കിക്കോളൂ. അപ്പൊ ആ ഒരു കോൺഫിഡൻസിൽ തന്നെയായിരുന്നു ഞാൻ. പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും, ഒത്തിരി ട്യൂട്ടേഴ്സ് ഒത്തിരി സപ്പോർട്ടിങ് ആയിരുന്നു. അവർ ജസ്റ്റ് പഠിപ്പിക്കുക മാത്രമല്ല, നമുക്ക് കൂടെ നിൽക്കുകയും നമുക്ക് സ്പെഷ്യൽ ഗൈഡൻസ് തരികയും അങ്ങനെ ഒത്തിരി സപ്പോർട്ടായിരുന്നു എല്ലാവരുടെയും ക്ലാസ്സസ്, സ്പെഷ്യലി നീതൂസിന്റെ ക്രൈറ്റീരിയ ക്ലാസ്സസ്. പിന്നെ എന്റെ കൂടെ പഠിച്ച ചേച്ചിമാര് കുറെ പേര് പറയുമായിരുന്നു, അവരൊക്കെ പലതവണ പല അക്കാഡമി പോയി പഠിച്ചിട്ടുള്ളവരായിരുന്നു. അപ്പൊ അവര് പറയുമായിരുന്നു, സ്നേഹ നീ റിയലി ലക്കിയാണ്, ബിക്കോസ് നീ ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്ത് നീതൂസ് ആണ്. സോ ഇവിടുത്തെ ക്ലാസ്സസ് നിനക്ക് ഒത്തിരി ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു. നീ എവിടെയും പോകേണ്ട അതുപോലെ തന്നെ നടന്നു. സോ ആരായിരുന്നു ഫ്രണ്ട്? ആരായിരുന്നു? ശ്രീകുട്ടി. ശ്രീകുട്ടി. ഓക്കെ, നമുക്ക് മൺഡേ കാണാം. We will move on with ജിമിഷ. ഹായ് ജിമിഷ. ഹായ് മാം, കേൾക്കാവോ മാം? ഇപ്പൊ കേൾക്കാലോ, പറഞ്ഞോളൂ. ഓക്കെ മാം, വളരെയധികം സന്തോഷം മാം. 2-3 വട്ടം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എഴുതണ്ടാന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റെസ്റ്റിലൊക്കെ ആയിരുന്നപ്പോ ഞാൻ അന്നേരം റെസ്റ്റ് ഒക്കെ എടുക്കുമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു വട്ടം കൂടി ഒന്ന് എഴുതിയാലോ ലാസ്റ്റ്. അന്നേരപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോ വിചാരിച്ചാൽ ഓക്കെ നീതൂസിൽ പോവാം. കുറച്ച് സ്ട്രിക്റ്റ് ആന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. കുറച്ച് സ്ട്രഗിൾ ചെയ്തായാലും ഒരു 3 മാസം എന്തായാലും പഠിക്കാം അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ചേർന്നു. അത് കഴിഞ്ഞ് പിന്നെ മാമിന്റെ ഫസ്റ്റ് ക്ലാസ്, അത് കഴിഞ്ഞ് ഓക്കെ കുറച്ച് നമ്മൾ പഠിക്കാം അങ്ങനെ ഒരു ഇതിലേക്ക് എത്തി. പിന്നെ സണ്ണി സാറിന്റെ ഫസ്റ്റ് ക്ലാസ് അല്ലായിരുന്നോ, അന്ന് തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു, അയ്യോ ഞാന് മുന്നൊക്കെ വേറെ എവിടേക്കോ പഠിച്ച് ഒക്കെ വെറുതെ പോയി,
ഇവിടെ ആദ്യമേ വന്ന് ചേർന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴോ അവിടെ എത്തേണ്ടടുത്ത് എത്തിയാനെ, വിചാരിച്ചോടെ എത്തിയാനെ, അങ്ങനെയൊക്കെ ഞാൻ പറയായിരുന്നു. പിന്നെ ക്ലാസ് ഒക്കെ ഇങ്ങനെ പോയി. അത് പറഞ്ഞ അഡ്മിൻസ് ഒക്കെ ഇപ്പൊ 2 ദിവസം കൂടുമ്പോ ഒക്കെ വിളിക്കുമല്ലോ. അപ്പൊ ആദ്യം ഞാൻ വിചാരിക്കും ഇവരെന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ വിചാരിക്കും. ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും അവരിങ്ങനെ എപ്പോഴും വിളിച്ച് ചോദിക്കുമല്ലോ ഇങ്ങനെ കൺസേൺസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കി അവരെന്താ വിളിക്കാതെ, അങ്ങനെ ഒരു ഇതായിപ്പോയി. എന്നും അതുപോലെ എക്സാമിന്റെ തലേ ദിവസം വരെ അവര് വിളിച്ച് ചോദിക്കുന്നതൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ എല്ലാവരും അനുഗ്രഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഐലൻഡ് സ്കോർ കിട്ടി. അടിപൊളി. മാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, അടിപൊളി ജിംഷ. ഒരുപാട് സന്തോഷം അല്ലെ, സ്ട്രഗിൾ ചെയ്തെങ്കിലും വേണ്ടാന്ന് വെച്ചെങ്കിലും അല്ലെ, ഫൈനലി യു ആർ ദ വിന്നർ അല്ലെ. ഒരുപാട് സന്തോഷം. വിൽ മൂവ് ഓൺ വിത്ത് ആർഷ. യെസ്, അടുത്ത ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആണ്. യെസ് ആർഷ പറഞ്ഞേ. മാം ഞാൻ 1 മന്ത് ക്രാഷ് ആണ് അറ്റൻഡ് ചെയ്തത്. ഇപ്പൊ സ്കോർ ഉണ്ട്. ഓൾറെഡി ഞാൻ അവിടെ എറണാകുളത്ത് പഠിക്കാൻ വന്നത് തന്നെ ഇവിടെ എല്ലാവരോടും പറഞ്ഞിരുന്നത് OET പഠിക്കാൻ വരുന്നതെന്നല്ല പറഞ്ഞിരുന്നത്. ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് ചെയ്യുമായിരുന്നു. ഇപ്പൊ ഓൾറെഡി അതിന്റെ വാലിഡിറ്റി ഉണ്ട്, സെപ്റ്റംബർ വരെ വാലിഡിറ്റി ഉണ്ട്. പക്ഷെ ആ സമയം കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട്, ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്തിരുന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ പിന്നെ എഴുതാൻ വന്നത്. പക്ഷെ എഴുതിയ കിട്ടുമെന്ന് ഉറപ്പില്ലാന്ന് തോന്നി, അങ്ങനെ അറിയില്ലാത്തോണ്ടാണ് എല്ലാരോടും പറഞ്ഞത് അഡാപ്റ്റേഷന്റെ കോഴ്സ് പഠിക്കാൻ പോവാന്ന് പറഞ്ഞാണ് വന്നത്. എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ലിസണിങ്ങിനാണ് അതിനു മുമ്പ് അയർലൻഡ് സ്കോർ വന്നപ്പോ പോയിരുന്നേ. അപ്പൊ എനിക്ക് ലിസണിങ് ആയിരുന്നു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നേ. പിന്നെ മെയിൻലി അവിടെ വരുമ്പോഴത്തേക്കും ഈ ദിവിത മാം ലൈക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു സാധനവും മനസ്സിലാവില്ലായിരുന്നു. ലൈക്ക് ഇതെന്താന്ന് ഓർത്ത് ടെൻഷൻ ആയിരുന്നു. പിന്നെ കാരണം ഞങ്ങളുടെ ക്ലാസ്സിൽ ആകെ 2 പേരെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരാൾ ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ ഓഫ് കോഴ്സ് അടുത്ത ആൾ എന്തെങ്കിലും എന്നാണെങ്കിലും ഉത്തരം പറയണം. അപ്പൊ അതുകൊണ്ട് പേടിച്ചിട്ട് ടെൻഷൻ അടിച്ച് വായിച്ച് എന്തോ സംഭവം എന്ന് മനസ്സിലാക്കി ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് മാം എക്സാമിന്റെ തൊട്ട് മുമ്പ് ഞങ്ങളെ കാണാൻ വന്നായിരുന്നു. അപ്പൊ മാം ഇങ്ങനെ പറഞ്ഞു, ലൈക്ക് മാം മോട്ടിവേറ്റ് ചെയ്ത് ആ വേർഡ്സ് ഭയങ്കരമായിട്ട് മനസ്സിൽ കയറി. കാരണം നമ്മൾ എക്സാമിന് തൊട്ട് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ദൈവമേ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് പോവരുത്. ഓൾറെഡി വിശ്വാസം അർപ്പിച്ചിട്ട് ഡൗട്ട് അടിക്കുന്ന പോലെ ആവും, അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ പറയായിരുന്നു. അപ്പൊ ഞാൻ എക്സാമിന് ആദ്യമായിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച പോയത്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ എക്സാമിന് പോയപ്പോ ഭയങ്കര കൂളായിരുന്നു. ലൈക്ക് കിട്ടും അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ കൂടാതെ ലാസ്റ്റ് വിന്നേഴ്സ് മീറ്റിന്റെ ടൈമിൽ ഞങ്ങൾ ഉണ്ടായിരുന്നപ്പം അവിടെ ഓരോരുത്തർ വന്നിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന കേട്ടപ്പം അവരുടെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വന്നത് ലൈക്ക് കല്യാണം കഴിച്ച കെട്ടിയന്മാരൊക്കെ വന്നിരുന്നത്. അപ്പം ഞാനിങ്ങനെ അതിനെപ്പറ്റിയായിരുന്നു ടെൻഷൻ, വിന്നേഴ്സ് മീറ്റിന് ആരെ കൊണ്ടുവരുന്നത് എക്സാം എഴുതുന്നതിന് മുമ്പേ. അപ്പൊ ഞാനിവിടെ സ്നേഹയോട് പറഞ്ഞായിരുന്നു ലൈക്ക് ആരെ കൊണ്ടുവരും. ഞാൻ അനുഗ്രഹ മാമിനോട് ചോദിച്ചു, മാം മാരീഡ് അല്ലാത്തവർ ആരെ കൊണ്ടുവരും എന്ന് പറഞ്ഞു ചോദിച്ചു. മാം പറഞ്ഞു വീട്ടിൽ നിന്ന് അപ്പനും അമ്മേനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ സ്നേഹ പറഞ്ഞു എന്താ ഇവിടെ ബാക്കിയുള്ളവന് എക്സാമിനെ പറ്റിയ ടെൻഷൻ, അപ്പൊ ഇവിടെ വിന്നേഴ്സ് മീറ്റിന് ആരെ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് ആ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞു. ലൈക്ക് വിന്നേഴ്സ് മീറ്റിന് എന്ത് പറയുന്നുള്ള ടെൻഷൻ ആയിരുന്നു. എനിക്കറിയില്ല, ഓവർ കോൺഫിഡൻസ് അല്ല, പക്ഷെ എന്തോ ഒരു മനസ്സിലൊരു കിട്ടും എന്നുള്ളൊരു ഇത്. എക്സാം കഴിഞ്ഞും ലൈക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാൻ വീട്ടുകാരോട് പറഞ്ഞു കിട്ടും, ഈ പ്രാവശ്യം കിട്ടും. ലൈക്ക് എനിക്ക് UK സ്കോർ ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു എനിവേ ഞാൻ റിസൾട്ട് വന്നപ്പോ ആദ്യമേ നോക്കിയത് ലിസണിങ്ങിന് B ഉണ്ടോന്നായിരുന്നു. എനിക്ക് ഓൾറെഡി ഞാൻ പാസ്സായത് മനസ്സിലായി. എന്നിട്ട് ഞാൻ കണ്ണിങ്ങനെ തുറന്നു പിടിച്ചിരുന്നു പിന്നെയും നോക്കാം B തന്നെയാണോ എന്നിങ്ങനെ നോക്കുമായിരുന്നു, ടെൻഷൻ അടിച്ച്. കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ ഭയങ്കര ഹാപ്പിയായി. എല്ലാ മാമാരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്റെ ചേച്ചിയാണ് നീതൂസ് അക്കാദമി സജസ്റ്റ് ചെയ്തത്. ഇനി ലൈക്ക് ഞാൻ എല്ലാവരോടും ഇപ്പൊ പറയുന്നുണ്ട് നീതൂസ് അക്കാദമി അത്ര അടിപൊളിയാണ്, ഇനി അവിടെ തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞത്. ഒരുപാട് നന്ദി. ഒരുപാട് സന്തോഷം ആർഷ. യെസ്, ഇവരെയൊക്കെ തൊട്ട് എക്സാമിന് തൊട്ട് മുന്നേ കണ്ടത് കൊണ്ടുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കും ഉണ്ട്. ഒത്തിരി സന്തോഷം കേട്ടാ. താങ്ക് യു സോ മച്ച്. നമുക്ക് മൺഡേ കാണാം. വിൽ മൂവ് ഓൺ വിത്ത് ബെനീറ്റ. ബെന്നി. ഹായ് ബെനീറ്റ, പറഞ്ഞേ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. എക്സൈറ്റഡ് ആണോ? 3rd അറ്റംപ്റ്റ് ആയിരുന്നു. ഇതിനു മുന്നേ ഞാൻ 2 പ്രാവശ്യം ട്രൈ ചെയ്തത് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പൊ അന്ന് എനിക്ക് നീതൂസ് കിട്ടാത്തതുകൊണ്ട് മാത്രം ഞാൻ അത് ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. അപ്പൊ 3 വർഷത്തിന് ശേഷം ഞാൻ ഇനി എഴുതുന്നുണ്ടെങ്കിൽ നീതൂസിൽ തന്നെ എഴുതണം. പഠിച്ച ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മാം പറഞ്ഞു ഇന്ന് ഞാൻ വിന്നേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞ് വന്നേക്കുന്നതാണ്, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഇരിക്കണ്ടേ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അപ്പൊ ഉറപ്പിച്ചതാണ് ഇതുപോലെ വിന്നേഴ്സ് മീറ്റിൽ ഞാനും വന്നിരിക്കണമെന്ന്. ദൈവാനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു. ഒരുപാട് താങ്ക്സ് മാം എല്ലാവർക്കും. ഒത്തിരി സന്തോഷം ബെനീറ്റ. അല്ലെ, ഒരു വിന്നേഴ്സ് മീറ്റിന്റെ അന്നായിരുന്നു നിങ്ങളുടെ ഇൻട്രോ ക്ലാസ്, ശരിയാണ് അല്ലെ? അതെ. അപ്പൊ അന്ന് തീരുമാനിച്ചാല് അത്രയും ആഗ്രഹിച്ച ആളുകള് ഇന്ന് ഇവിടെ വന്നെത്തി അല്ലേ?
തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്യൂവലാണ്. ഒരുപാട് സന്തോഷം ബെനിറ്റ. ഗോഡ് ബ്ലെസ് യു അവണ്ടല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വിൽ മൂവ് ഓൺ വിത്ത് സുബി. സുബി ബിന്ദു, ഒത്തിരി ഹായ്. സന്തോഷമുണ്ട് മാം, ഒത്തിരി സന്തോഷമുണ്ട്. അടിപൊളി. ഞാൻ ടീച്ചറാണ്, ഓക്കെ സൗദിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം ഓക്കെ OET-ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ അവിടുന്ന് വന്നത്. കാരണം വന്നത്. ഓക്കെ ഞാൻ അവിടെ വെച്ച് ഒത്തിരി വട്ടം എഴുതി, അപ്പൊ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. എല്ലാ വട്ടവും ബാക്കിയെല്ലാം നല്ല സ്കോർ ഉണ്ടാവും, പക്ഷെ റീഡിങ് എപ്പോഴും എനിക്ക് 290, 280 അതിൽ നിന്ന് കയറത്തേ ഇല്ലായിരുന്നു. ഓക്കെ റീഡിങ്ങിന് എപ്പോഴും ഞാൻ ഫെയിൽ ആവുമായിരുന്നു. ആ സിയിൽ തന്നെ നിൽക്കത്തേ ഉള്ളായിരുന്നു. അപ്പൊ എന്റെ സീനിയേഴ്സ് ആയിരുന്നു, ഞാൻ റോയൽ കമ്മീഷനിലാണ് വർക്ക് ചെയ്തത്. സ്വപ്ന ചേച്ചി ഓക്കെ അവരൊക്കെ അവിടെ എന്റെ സീനിയർ ആയിരുന്നു. ഓക്കെ അപ്പം അവരെല്ലാരും എനിക്ക് സജസ്റ്റ് ചെയ്തു, ഇത് കണക്ക് നീതൂസ് അക്കാഡമി തന്നെ പഠിക്കുക, അപ്പം റീഡിങ് ഉറപ്പായിട്ട് നീ പാസ്സാകും. അങ്ങനെ അവിടെ പഠിപ്പിച്ച എല്ലാ ട്യൂട്ടേഴ്സും, വന്ദന മാം, ദിവിത മാം, അനുഗ്രഹ മാം, പ്രവിത മാം, അവരൊക്കെ അടിപൊളി. നല്ലതുപോലെ സപ്പോർട്ട് ചെയ്തു. എന്തായാലും ഓക്കെ എനിക്ക് നല്ലതുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു, കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റി. കൂളായിട്ട് പോയി ഒത്തിരി എഴുതാൻ പറ്റും അല്ലെ? നന്ദി. അടുത്തല്ലേ? യെസ്, അതെ മാം, നീതൂസിന്റെ ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആണ്. അടിപൊളി. അപ്പൊ വീണ്ടും ഒത്തിരി അല്ലെ? സന്തോഷം. യെസ്, ഒരുപാട് സന്തോഷം. അപ്പൊ ഒരു എത്ര അല്ലെ ഇപ്പൊ പറഞ്ഞു, എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു പറഞ്ഞ്? തേർഡ് അറ്റംപ്റ്റ് അല്ലെ? ഫിഫ്ത്ത് ഫിഫ്ത്ത് അറ്റംപ്റ്റ്. അറ്റംപ്റ്റ് ആണ്. എനിവേ അല്ലെ, സന്തോഷം. ഒരുപാട് സന്തോഷം ഇന്ന് വിന്നർ ആയിട്ട് വന്നിരിക്കും അല്ലെ? ഒരുപാട് അതെ മാം. സന്തോഷം. വി വിൽ മൂവ് ഓൺ വിത്ത് നാഗിത്. യെസ് നാഗിത്. യാ, അടുത്ത ഓഫ്ലൈൻ കുട്ടിയാണ്. യെസ് പറഞ്ഞേ. മാം ആക്ച്വലി ഞാൻ ഫൈനൽ എക്സാം എഴുതുന്നതിന് തൊട്ട് മുന്നേ നീതൂസ് എൻക്വയറി ചെയ്ത് സീറ്റൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് അപ്ലൈ പ്ലാനിങ് തുടങ്ങി എക്സാമിന് മുന്നേ, ഫൈനൽ എക്സാമിന് മുന്നേ എന്ത് ചെയ്യണം എന്നൊക്കെ. കാരണം ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ആരും ഇങ്ങനെ GCC കൺട്രീസ് അല്ലാതെ ആരും പുറത്ത് വേറെ ആരും വർക്ക് ചെയ്യുന്നില്ല. അതെ സോ ഓക്കെ അങ്ങനെ ഇതൊക്കെ സെറ്റ് ആക്കി ഫൈനൽ എക്സാം ഭയങ്കര പേടിയായിരുന്നു. കാരണം ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമില്, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട്. ഓക്കെ അങ്ങനെ ജനുവരിയിൽ ഞങ്ങൾ ഓൾറെഡി ഇവിടെ ജോയിൻ ചെയ്യാൻ വെച്ചാൽ ഞങ്ങൾ റിസൾട്ട് വൈകിയോണ്ട് ഫെബ്രുവരിയിലോട്ട് മാറ്റി. ഓക്കെ ഐ തിങ്ക് ഫെബ്രുവരി 3 ഇവിടെ ഞങ്ങൾ ജോയിൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ആക്ച്വലി അവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ റിസൾട്ട് വന്ന് മീൻസ് അതെ. പോണ്ടിരുന്നു പേടിച്ചിരുന്നു. പൊട്ടുന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് പോകണം, അല്ല അങ്ങനെ പാക്ക് ചെയ്തിട്ടൊക്കെ വന്നത്. ആൻഡ് അബൌട്ട് പറഞ്ഞാല് നീതൂസ് ജേണി പറഞ്ഞാൽ ഭയങ്കര മെമ്മറബിൾ ആണ്. ഫസ്റ്റ് വന്നപ്പോൾ ഫസ്റ്റ് ദിവസം ഞാൻ വിചാരിച്ചു പൈസ കൊടുക്കണ്ടായിരുന്നു, ഇവിടുന്ന് പോയാൽ മതി. കാരണം ഭയങ്കര സ്ട്രിക്റ്റ് അയ്യോ ആയിട്ടായിരുന്നു ഫസ്റ്റ് ദിവസം, ഭയങ്കര ഫോർമലായിട്ട്. നമ്മൾ കോളേജിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. സ്ട്രിക്റ്റ് ആയി പഠിക്കണം, ഭയങ്കര ടൈം ടേബിളും കാര്യങ്ങളൊക്കെ. തീർന്ന് ഞങ്ങൾ എറണാകുളത്ത് എന്ന് പറയുമ്പോൾ സെറ്റ് ആയിട്ട് വരാം. ഞങ്ങൾ 4 ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നത് ജോയിൻ ചെയ്ത്. അപ്പോ ഓക്കെ വൈ പഠിക്കാണ്ട് വന്നാണ് ആക്ച്വലി. ഇവിടെ പഠിക്കാം അങ്ങനെ ഒരു ലക്ഷ്യമായിരുന്നു. ബട്ട് ഇവിടെ വന്ന് ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളും. അങ്ങനെ സെക്കൻഡ് ദിവസം ഞാൻ വന്ദനവന്റെ ക്ലാസ്സിൽ നിന്ന് പുറത്തായിരുന്നു, ചോദിച്ചു കിട്ടാണ്ട്. അപ്പോ അപ്പോഴൊക്കെ ഇവിടുന്ന് ഡിസ്കണ്ടിന്യൂ എടുക്കേണ്ടി ഞങ്ങൾ ഒരു പ്ലാൻ ആയിരുന്നു. ബട്ട് മാംസ് എല്ലാം കൂടിച്ചേർത്തു, ഇത് നിങ്ങൾ അതിനു വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. ആദ്യം ഫോർമുലായിട്ട് പെരുമാറുന്നത്. ഡേ ബൈ ഡേ അവർ ഭയങ്കര ഇൻഫോംലായി. നമ്മൾ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ശരിക്കും ഒരു മനസ്സിലാക്കി, എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നൊക്കെ ശരിക്കും മനസ്സിലാക്കി തന്നു. പിന്നെ എനിക്ക് റീഡിങ് ഭയങ്കര ഹെൽപ്ഫുൾ. എക്സാം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും അണ്ടർലൈൻ ചെയ്യാറില്ല. കാരണം എനിക്ക് ഭയങ്കര മടിയാണ്. എ പാർട്ട് വെച്ച് ബി സീൻ അണ്ടർലൈനേ ചെയ്യില്ല. ഇറേസ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഇവിടെ അക്കാഡമിയിൽ. മാം ഒരു ദിവസം എന്തായാലും വന്ദന മാം കണ്ടു, മെറ്റീരിയൽ മാമിനെ വാങ്ങിച്ചപ്പോൾ ഞാൻ അണ്ടർലൈൻ ചെയ്തു. അപ്പൊ എനിക്ക് നല്ല വഴക്ക് കേട്ടായിരുന്നു, ചെയ്യണം. കാരണം എക്സാമിന് ശരിക്കും അണ്ടർലൈൻ ചെയ്യുമ്പോൾ സ്ട്രൈക്ക് ചെയ്യും മൈൻഡില്. അപ്പൊ ഞാൻ ശരിക്കും എക്സാമിന് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ ശരിക്കും എനിക്ക് ഓരോ വേർഡ് അണ്ടർലൈൻ ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലായിരുന്നു ഇത് ഇന്ന ഭാഗത്ത് വരുന്നതാണ് കീവേഡ്സ് ഒക്കെ. അങ്ങനെ എനിക്ക് റീഡിങ് ഭയങ്കര എളുപ്പമായിരുന്നു. ബീങ് സീൻ കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല. ഇച്ചിരി ടഫ് ആണെങ്കിലും കമ്പാരിറ്റീവ്ലി എല്ലാവരും പറയുന്നതായിട്ടും എനിക്ക് ഇച്ചിരി എളുപ്പമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ടൈം നോക്കി ചെയ്താൽ എനിക്ക് കറക്റ്റ് ടൈം വീണ്ടും റിവൈസ് ചെയ്യാൻ പറ്റിയായിരുന്നു. ലിസണിങ് അതേപോലെയൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. ബീങ് സീൻ ഇച്ചിരി പാടായിരുന്നു, ബട്ട് അടിപൊളിയായിരുന്നു. ട്രെയിനിങ് ഒക്കെ അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം മുടിയിലുള്ള സ്പീക്കിംഗ് ആയിരുന്നു. കാരണം നമ്മളെ ഇന്റർലോക്ടേഴ്സ് ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ട് നമുക്ക് ഒരു രസമാണ് സംസാരിക്കാൻ തന്നെ. ഒരു ടാസ്ക് കാർഡ് തരുന്നു, നല്ല രസം. അവർ ഭയങ്കരമായിട്ട് സംസാരിക്കും, നല്ല രസം. എല്ലാ ടീച്ചേഴ്സ് ഭയങ്കര ടീച്ചേഴ്സ് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ക്രൂ ഉണ്ട്. അവർ അടിപൊളിയാണ് മാം. അവരില്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക മൊമെന്റ് ശരിക്കും നമുക്ക് ഉണ്ടാവില്ല. കാരണം അവർ അത്രയും എക്സാമിന് തലേ ദിവസം നമ്മൾ രാത്രിയൊക്കെ ഫോം വിളിക്കും 11 മണിക്ക് 12 മണിക്കൊക്കെ. ഡൗട്ട് ശരിക്കും അറിയാം നമുക്ക്, പക്ഷെ ആ ഒരു ടെൻഷൻ കൊണ്ട് നമുക്ക് ഡൗട്ട്, റൈറ്റിംഗിൽ ഏതൊക്കെ എഴുതാൻ പാടില്ല, ഏതൊക്കെ മാറ്റി എഴുതണം. അപ്പൊ അവര് ആ ടൈമിൽ നമുക്ക് ക്വാളിറ്റി തന്നെ പറഞ്ഞുതരും. ഭയങ്കരമായിരുന്നു ആ ടൈമിലൊക്കെ. അപ്പൊ ആ ഒരു ക്രൂവിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നീതൂസ് എന്ന് പറഞ്ഞാല് എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. സോ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ് കിട്ടുന്നുള്ള ഒരു കാര്യം. സോ അത് അങ്ങനെ ചെയ്തു അവിടുത്തെ ജേർണി. അതിന്റെ അൽഹംദുലില്ലാ ഓവറോൾ എല്ലാവരും ബി കിട്ടുകയും ചെയ്തു. അങ്ങനെ അടിപൊളി. യെസ്, നാഗിതൊക്കെ എല്ലാത്തിനും ഫ്രണ്ട് കാണും എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും. അതിപ്പോ ഇവിടെ വന്ന ഈ ഓഫ്ലൈനിലെ എല്ലാ സ്റ്റുഡൻസും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഭയങ്കര വൈബ് പിള്ളേരായിരുന്നു. ഞങ്ങളും ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി. അപ്പൊ നീതൂസിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ജേർണി അല്ലെ, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു ബാച്ചിൽ വന്ന് എല്ലാവരും പാസ്സായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം. നമുക്ക് മൺഡേ കാണാം കേട്ടോ. ഓക്കെ, യാ ഓക്കെ. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? യാ അമല, ഹായ് അമല, പറഞ്ഞേ. താങ്ക് യു മാം. ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഓൺലൈൻ ആയിട്ടാണ് പഠിച്ചത്. എനിക്ക് ബി ഉണ്ട്.
ഞാൻ വർക്ക് ചെയ്യുന്നതിന്റെ ഒപ്പം പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് തോന്നിയിട്ട് എല്ലാരും ചെയ്യുന്നതൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഫസ്റ്റ് ഞാൻ ഡേറ്റ് എടുക്കും. ഡേറ്റ് എടുത്തിട്ടാണ് എവിടെ പഠിക്കണമെന്ന് ഞാൻ ആലോചിച്ചത്. വീട്ടിൽ പോലും പറഞ്ഞില്ല, ഫസ്റ്റ് ഡേറ്റ് എടുത്തു. എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞപ്പോ വേണമെങ്കിൽ അവർക്ക് എന്നെ വഴക്ക് പറയാം. അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ പപ്പ പറഞ്ഞു, ഓക്കെ നിനക്ക് ചെയ്യാൻ, നിനക്ക് എന്താ തോന്നുന്നത് നീ അത് ചെയ്തോ എന്ന് പറഞ്ഞു. എനിക്ക് അത് വേണമെങ്കിൽ അവർക്ക് പറയാം, നീ എന്താ ഇങ്ങനെ ഡേറ്റ് എടുത്തേ, ഒന്ന് കോൺഫിഡന്റ് ആയിട്ടല്ല എല്ലാരും ഡേറ്റ് എടുക്കണേന്ന്. എന്നിട്ടാ ഞാൻ 2 മാസം പഠിക്കാൻ ചേർന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഡ്യൂട്ടിയുടെ ഇടയിലാണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, UK സ്കോർ കിട്ടി. താങ്ക് യു മാം. പിന്നെ അതുപോലെ തന്നെ ഐശ്വര്യ വിൽസൺ, എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ പഠിച്ചായിരുന്നു, അവളും പാസ്സായി. അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ആണ്. അപ്പൊ പറയണോന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് സണ്ണി സാറിനെയും ഷബി മിസ്സിനെയും പിന്നെ ഷബി മിസ്സിനോടൊക്കെ ഒരുപാട് നന്ദി പറയാണ്. ഞാൻ എപ്പോഴും ഓർക്കണ്ട, ദുഃഖ വെള്ളിയാഴ്ചയും പെസഹ വ്യാഴാഴ്ചയും വരെ മാം എനിക്ക് കറക്ഷൻ തന്നിട്ടുണ്ട്, കൂട്ടിയിട്ടത്. അന്ന് വരെ എങ്ങനെ നന്ദി പറയുമെന്ന് അറിയില്ല. താങ്ക് യു. ഒരുപാട് സന്തോഷം. എല്ലാവരും ആലോചിച്ച് നോക്കിയല്ലേ, പെട്ടെന്ന് ഒരു ദിവസം എടുത്തൊരു ഡിസിഷൻ, ആ ഡിസിഷനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് പിന്നെ അതിന്റെ പുറകെയുള്ള ഒരു ജേർണി ഫൈനലി നീതൂസിൽ എത്തുന്നു. ഇന്നൊരു വിന്നർ ആയിട്ടല്ലേ, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ വിന്നർ ആയിട്ടല്ലേ. അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കേണ്ട, ഇപ്പം അമല പറഞ്ഞതുപോലെ ഞാൻ ഡേറ്റ് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്ത പേരൻസ് തന്നെയാണ് അല്ലെ. തീർച്ചയായിട്ടും അവരാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷം അമല. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. ഹായ് ആഷ്മി, ടെൽ മീ ഡിയർ. യെസ്, മൺഡേ മീറ്റിന് ഞാൻ വരാൻ പറ്റത്തില്ലെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. എനിക്കറിയത്തില്ല എന്താ പറയണെന്ന്. താങ്ക് യു സോ മച്ച് എല്ലാരോടും. ഒരുപാട് സന്തോഷം ആഷ്മി, ഒത്തിരി സന്തോഷം. ഒരുപാട് തവണ ആ വൈറ്റ് ചെയർ ഉന്തി അവിടെ കൊണ്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്, തിരിച്ചു മാറ്റാനും എടുത്തിട്ടുണ്ട്. പക്ഷെ ഇരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നു. ഇല്ല മാം, ഞാൻ വരത്തില്ല, എനിക്കൊരു ചെറിയൊരു പ്രോബ്ലം, അത് കാരണം ഞാൻ വരാൻ പറ്റത്തില്ല. സാഹചര്യം ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഒരുപാട് ആഗ്രഹമുണ്ട് വരണം, അവിടെ ഇരിക്കണം, നല്ല 2 വർത്താനമൊക്കെ നീതൂസിനെ പറ്റി പറയണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ താങ്ക് യു സോ മച്ച്. എനിവേ മാം, എല്ലാ മാംസിനോടും എന്റെ അന്വേഷണവും താങ്ക്സും പറയണം മാം. ഒരുപാട് സന്തോഷം. എനിക്ക് നേരിട്ട് ഇനിയും ഇതുപോലെ പറയാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം ആഷ്മി. നെക്സ്റ്റ് വിന്നേഴ്സ് മീറ്റിലെങ്കിലും എത്താൻ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാരും സംസാരിച്ചു. സോ അത്രയും മനോഹരമായിട്ടുള്ള ഒരു വിന്നേഴ്സ് മീറ്റ് അല്ലെ ഇന്നത്തെ വിന്നേഴ്സ് മീറ്റും. ഒരുപാട് പോസിറ്റീവ് വൈബോട് കൂടി, ഒരുപാട് ആളുകൾക്കുള്ള ഇൻസ്പിറേഷനോട് കൂടി, ഒരു ഡിസിഷൻ എടുക്കാൻ മടിച്ചു നിൽക്കുന്ന ആളുകൾക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ഇന്നത്തെ വിന്നേഴ്സ് മീറ്റും നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടായ സക്സസ് പറയാൻ നിങ്ങൾ ടൈം കണ്ടെത്തി വന്നു അല്ലെ. നമുക്ക് ജയിക്കാൻ സാധിക്കും, പക്ഷെ നമ്മുടെ ഒരു സക്സസ് കൊണ്ട് ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഒരുപാട് സന്തോഷം. സോ താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളും എത്രയും പെട്ടെന്ന് നടക്കട്ടെ. സോ നമ്മൾ ഈ ഒരു വിന്നേഴ്സ് മീറ്റ് ഒത്തിരി സന്തോഷത്തോടു കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾ ആരും എവിടെയും പോണില്ല, ഈ ഒരു ഫാമിലിയിൽ നിന്ന് ആരും എങ്ങോട്ടും പോണില്ല. സോ എല്ലാവിധ സപ്പോർട്ടും തുടർന്നുള്ള കാര്യങ്ങളിലും ഉണ്ടാവും. കീപ് ഇൻ ടച്ച്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. അപ്പൊ വേറൊരു വിന്നേഴ്സ് മീറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.